നമസ്കാരം. നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധത്തിൽ എസിനൊപ്പം ഒന്നും എത്തിയില്ലെങ്കിലും ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. വില കൂടിയ ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈലൊക്കെ അവരും പൊട്ടിക്കുന്നുണ്ട്. മാത്രമല്ല ഹിസ്ബുള്ള പോലുള്ള മിലിറ്റൻ ഗ്രൂപ്പ്സിനെയും ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മാത്രമൊക്കെ കാശ് ഇറാൻ്റെ കയ്യിൽ എവിടെ നിന്നാണ്? നമുക്കറിയാം, ഇറാൻ്റെ കയ്യിൽ ഒരുപാട് ക്രൂഡ് ഓയിൽ റിസർവ്സ് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നാച്ചുറൽ റിസോഴ്സ് ഉണ്ടെന്ന് കരുതി അവർ ഓട്ടോമാറ്റിക്കലി റിച്ച് ആകുന്നൊന്നുമില്ലല്ലോ. അവർക്ക് ഈ റിസോഴ്സസ് എങ്ങനെയെങ്കിലും കമ്പോളത്തിലിറക്കി വിറ്റ് കാശാക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. കഴിഞ്ഞ ഒരു 7 വർഷമായിട്ടെങ്കിലും ഇറാൻ്റെ മുകളിൽ ശക്തമായിട്ടുള്ള UN ഉപരോധങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുവാൻ സാധിക്കുന്നില്ല. ഇനിയുള്ള ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? അതിനുള്ള ഉത്തരമാണ് ഇറാൻ്റെ ഷാഡോ കപ്പലുകൾ അഥവാ അവരുടെ ഡാർക്ക് ഫ്ലീറ്റ്. ഈ കപ്പലുകളാണ് ഇറാൻ്റെ എണ്ണയെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുന്നത്. പൊതുജനത്തിന് സാമാന്യ രീതിയിൽ കാണാൻ സാധിക്കാത്ത ഒരു ആക്ടിവിറ്റിയാണ് ഡാർക്ക് ആക്ടിവിറ്റി എന്ന് ഇംഗ്ലീഷിൽ പൊതുവെ പറയുന്നത്. ഈ ഇറാനിയൻ കപ്പലുകളുടെ ഇൻഫർമേഷനോ ആക്ടിവിറ്റീസോ ഒന്നും പൊതുജനത്തിന് വിസിബിൾ അല്ല. ഒരു സാധാ മർച്ചന്റ് വെസലിന്റെ ഒട്ടുമിക്ക ഇൻഫർമേഷനും ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിലൂടെ നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കപ്പലിന്റെ പേര് ഗൂഗിളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെയാണുള്ളത്, അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര നോട്ട് സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ഒട്ടുമിക്ക വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഷിപ്പ് ഇൻഫോ പോലുള്ള ചില ആപ്പുകളിലാണെങ്കിൽ അതിൽ എത്ര ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ നാഷണാലിറ്റി ഏതൊക്കെയാണെന്ന് വരെ കാണിച്ചു തരും. ഇതൊക്കെ സാധ്യമാകുന്നത് AIS എന്ന സാങ്കേതിക വിദ്യ മൂലമാണ്. ഷിപ്പിൻ്റെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ AIS ആണ്. നിയമപ്രകാരം ഈ AIS ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മർച്ചന്റ് വെസൽ സാങ്ഷൻഡ് പോർട്ടിൽ നിന്ന് ലോഡ് ചെയ്യുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഈവൻ ആ കമ്പനി വരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ഈ കമ്പനിയുടെ വെസൽസിന് പിന്നീട് യൂറോപ്പിലോ US സെയിൽ ചെയ്യാൻ സാധിക്കുകയില്ല. ഇവർക്ക് വെസ്റ്റേൺ ഇൻഷുറേഴ്സിൻ്റെ ഇൻഷുറൻസ് കവർ കിട്ടുകയില്ല. ഷിപ്പിങ്ങിൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഓയിൽ ടാങ്കേഴ്സിന്. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ഓയിൽ ടാങ്കറിനെ രാജ്യങ്ങൾ അവരുടെ പോർട്ടിൽ ബർത്ത് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഷിപ്പ് ബിസിനസ്സിൽ നിന്ന് ഔട്ടായി പോകും. ഈ ഇറാനിയൻ വെസലുകൾ കാർഗോ ലോഡ് ചെയ്യുന്നത് സാങ്ഷൻഡ് പോർട്സിൽ നിന്നായതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവരുടെ AIS ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും ഇവരുടെ AIS ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പൊസിഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ AIS തെറ്റായി ട്രാൻസ്മിറ്റ് ചെയ്തതിന് AIS സ്പൂഫ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഷിപ്പ് യഥാർത്ഥത്തിൽ ഇറാനിലായിരിക്കും, എന്നാൽ ഇതിലെ AIS ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അടുത്തുള്ള ഏതെങ്കിലും ഇറാഖി പോർട്ടിൻ്റെ പൊസിഷനായിരിക്കും. AIS ഡാറ്റ മാത്രം പരിശോധിക്കുന്ന ഒരാൾ ഈ ഷിപ്പ് ഇറാഖിലാണെന്നേ ധരിക്കുകയുള്ളൂ. AIS ഓഫ് ചെയ്യുന്നതിലും നല്ലത് AIS സ്പൂഫ് ചെയ്യുന്നതാണ്. അടുത്തുള്ള ലീഗൽ പോർട്ടുകളുടെ പൊസിഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സേഫ്. കാരണം AIS മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് സാറ്റലൈറ്റ് ഇമേജർ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഷിപ്പ് ഏകദേശമൊക്കെ അടുത്തുണ്ടെങ്കിൽ വലിയ സംശയം ഉണ്ടാകില്ല. ഇങ്ങനെ ഇറാനിയൻ പോർട്ടിൽ ലോഡ് ചെയ്തതിന് ശേഷം ഈ കപ്പൽ പുറംകടലിലേക്ക് പോകുന്നു. പുറംകടലിൽ വെച്ച് തങ്ങളുടെ കയ്യിലുള്ള കാർഗോ മറ്റൊരു ഷിപ്പിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ഷിപ്പുകൾ തമ്മിൽ ഓയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ആസ് സച്ച് ഇല്ലീഗൽ അല്ല. ഇത് പൊതുവേ നടക്കുന്നത് പോർട്ട് ലിമിറ്റിനുള്ളിൽ വലിയ സേഫ്റ്റി കംപ്ലയൻസസോടുകൂടിയാണ്. പക്ഷേ ഇവിടെ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടക്കുന്നത് പുറംകടലിൽ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് പുറത്താണ്. ഒരു രാജ്യത്തിൻ്റെ കോസ്റ്റ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ കടലിലേക്കാണ് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അതിൻ്റെ ജുറിസ്ഡിക്ഷനിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിന് പുറത്ത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ് നമ്മൾ ഈ പറഞ്ഞ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇങ്ങനെ കാർഗോ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കുറച്ച് കെമിക്കൽസും അഡിറ്റീവ്സും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് ഈ കാർഗോയുടെ കെമിക്കൽ കമ്പോസിഷനും ഗ്രേഡും ഓൾട്ടർ ചെയ്യുന്നു. ഓരോ രാജ്യത്തിലെ ക്രൂഡിനും ഓരോ കെമിക്കൽ കമ്പോസിഷനാണുള്ളത്. ഇനി കാർഗോയെ ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ ഓൾട്ടർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സ് ഇറാനിലേക്ക് ബാക്ക് ട്രേസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത പ്രോസസ്സ് പേപ്പർ വർക്കാണ്. ഇതിൻ്റെ പേപ്പേഴ്സ് ഫോർജ് ചെയ്ത് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഈ രണ്ടാമത്തെ കപ്പലിലെ കാർഗോ സർട്ടിഫിക്കറ്റിൽ ഈ കാർഗോയുടെ സോഴ്സ് ഇറാന് പകരം ഇറാഖെന്നോ UAE എന്നോ മറ്റോ എഴുതും. ഈ രണ്ടാമത്തെ കപ്പൽ ഒരു ക്ലീൻ കപ്പലാണ്. ഇത് ബ്ലാക്ക് ലിസ്റ്റഡ് ഒന്നുമല്ല. ഇതിന് ഇൻഷുറൻസ് ഉണ്ടാവും, ഇതിൻ്റെ പേപ്പർ വർക്ക്സുകളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഇതിന് ലോകത്തെ ഏത് പോർട്ടിൽ വേണമെങ്കിലും കോൾ ചെയ്യാൻ സാധിക്കും. പേപ്പർ വർക്കിലായാലും കെമിക്കൽ കമ്പോസിഷനിലായാലും ഈ കാർഗോയിൽ ഇപ്പോൾ ഇറാൻ്റെ ട്രേസേ ഇല്ല. ഇപ്പോൾ ഈ കാർഗോ ക്ലീനായി കഴിഞ്ഞു. ഈ എണ്ണ ലോകത്തെ ഏത് പോർട്ടിൽ വേണമെങ്കിലും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പോൾ ഈ കാർഗോയിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഈ ആദ്യത്തെ കപ്പലിനെയൊക്കെ ട്രാക്ക് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഇറാനിയൻ കപ്പലുകൾ വളരെ ഫ്രീക്വൻ്റ്ലി തങ്ങളുടെ പേരും പോർട്ട് ഓഫ് രജിസ്ട്രി ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം മുമ്പ് നടന്ന ഒരു ആക്ടിവിറ്റിയുടെ സാറ്റലൈറ്റ് ഇമേജറി നോക്കി ഇവരുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യുകയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ആക്ച്വലി പരസ്യമായ ഒരു രഹസ്യമാണ്. എല്ലാ ഗവൺമെൻറ്റ്സിനും ഈ ആക്ടിവിറ്റീസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? കാരണം ഇത് പിടിക്കുക എന്നുള്ളത് ആരുടെയും പ്രൈം ഇൻട്രസ്റ്റിൽ പെടുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ഏകദേശം എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. നിലവിൽ ഓയിൽ സാങ്ഷൻസ് ഉള്ളത് റഷ്യ, ഇറാൻ, വെനിസ്വേലയ്ക്കാണ്. ഇവർ മൂന്നും ക്രൂഡിൻ്റെ വലിയ പ്രൊഡ്യൂസേഴ്സുമാണ്. ഇവരുടെ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരാതിരുന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുകയും അത് കാരണം വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും. ക്രൂഡിൻ്റെ വില കയറി കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില കയറും. ഇത് ഒരു ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്, ഇന്ത്യ, ചൈന പോലുള്ള വലിയ എക്കണോമീസിന് ചീപ്പ് പ്രൈസിൽ ക്രൂഡ് അവൈലബിൾ ആകുന്നു. ഇത് അവരുടെ എനർജി സെക്യൂരിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അവരും ഒന്നും മിണ്ടാൻ സാധ്യതയില്ല. മൂന്നാമത്തെ കാര്യം, ഇത് ഷിപ്പേഴ്സിനും ഷിപ്പ് ബ്രോക്കേഴ്സിനും ഒക്കെ വലിയ പ്രോഫിറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവരും വിട്ടില്ല. നാലാമത്, ഒബ്വിയസ്ലി സാങ്ഷൻ ഉള്ള രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഓയിൽ പുറത്ത് വിറ്റേ പറ്റൂ, ഇല്ലെങ്കിൽ അവിടെ അടുപ്പ് പോകുകയില്ല. അതുകൊണ്ട് അവരും ഒന്നും മിണ്ടില്ല.
എല്ലാവർക്കും ലാഭമാണെങ്കിൽ പിന്നെ ആർക്കാണ് നഷ്ടം? യഥാർത്ഥ നഷ്ടം ഈ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടക്കുന്നതിന് അടുത്ത് വരുന്ന കോസ്റ്റൽ സ്റ്റേറ്റ്സിനാണ്. ഒരു VLCCയിൽ ഏകദേശം 3.5 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ കയറും. ഈ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓയിൽ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ കോസ്റ്റൽ സ്റ്റേറ്റ് എണ്ണയിൽ കുളിക്കും. ഇതിന്റെ ക്ലീനപ്പിന് ചിലവാക്കേണ്ട മുഴുവൻ പൈസയും ആ കോസ്റ്റൽ സ്റ്റേറ്റ് ഒറ്റയ്ക്ക് ചിലവാക്കേണ്ടി വരും. കാരണം ഈ പറഞ്ഞ ഇറാനിയൻ ഷിപ്പുകൾക്കൊന്നും ഇൻഷുറൻസ് ഇല്ല. ഇതൊക്കെ വളരെ പഴക്കം ചെന്ന് 15-20 വർഷം പഴക്കമുള്ള ടാങ്കറുകളാണ്. ഒരു 15-20 വർഷം പഴക്കമുള്ള ഓയിൽ ടാങ്കർ ഒരുപാട് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇവയൊന്നും പാലിച്ചല്ല ഈ പറഞ്ഞ ടാങ്കറുകൾ ഓടുന്നത്. ഇത് വളരെ വലിയ ഒരു എൻവയോൺമെൻറ്റൽ ആൻഡ് സേഫ്റ്റി ത്രെറ്റാണ്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ റിസ്ക്. അതുകൊണ്ട് സാങ്ഷൻസ് ഒക്കെ മിക്കപ്പോഴും പ്രഹസനങ്ങളാണ്. മനുഷ്യത്വത്തെ പറ്റിയുള്ള നമ്മുടെ ആശങ്കകളും വേവലാതികളും ആകുലതകളും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് തീരുന്നവരേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ യുദ്ധം വന്ന് $75 ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ $115 ആയപ്പോൾ ട്രംപ് പറഞ്ഞു, നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഇറാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, എവിടെ നിന്നൊക്കെ കിട്ടാവോ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ യുക്രൈനിലൊന്നും നടക്കുന്നത് പുള്ളിക്കൊരു പ്രശ്നമേ അല്ല. ലോകത്ത് കണ്ടമാനം പണം ഒഴുകുന്ന 2 ഏർപ്പാടുകളാണ് മണി ലോണ്ടറിയും സപ്ലൈ ചെയിൻ ലോണ്ടറിയും. മണി ലോണ്ടറിയെ പറ്റി ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് വീഡിയോ ഭാവിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സപ്ലൈ ചെയിൻ ലോണ്ടറിയെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. പാടില്ലാത്ത സ്ഥലത്തു നിന്ന് വാങ്ങിയ ഒരു സാധനത്തിൻ്റെ സോഴ്സ് ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് നമ്മൾ ഈ സപ്ലൈ ചെയിൻ ലോണ്ടറി എന്ന് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ചൈനയിൽ നിന്ന് ഒരു കമ്പോണൻറ്റിൻ്റെ ഇറക്കുമതി ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ ഇന്ത്യയിൽ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇത് ആദ്യമേ UAE ഇറക്കുമതി ചെയ്യും. UAE വെച്ച് ഇതിൻ്റെ പേപ്പേഴ്സ് ഫോർജ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ സോഴ്സ് ചൈനയ്ക്ക് പകരം UAE ആക്കുന്നു. എന്നിട്ട് UAE നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇതിനാണ് സപ്ലൈ ചെയിൻ ലോണ്ടറി എന്ന് പറയുന്നത്. ക്രൂഡിൻ്റെ കേസിലെ സപ്ലൈ ചെയിൻ ലോണ്ടറിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഒക്കെ മിക്ക ആൾക്കാർക്കും ദുരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ കുരുട്ടുബുദ്ധിക്കാരായ ചിലർ പെട്ടെന്ന് വലിയ പൈസക്കാരാകാനുള്ള സുവർണ അവസരങ്ങളായിട്ടാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത്. ലോകം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ശരി.